21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. CPIM മുൻ ജില്ലാ സെക്രട്ടറി PP വാസുദേവന്റെ ചെറുകഥാ സമാഹാരം നായക്കൊട്ടാരം പുസ്തക പ്രകാശനം ഏപ്രിൽ 14 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കും. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് പുസ്തകം പ്രകാശനം ചെയ്യും. പെരിന്തൽമണ്ണ CPIM മുൻ ജില്ലാ സെക്രട്ടറി PP വാസുദേവന്റെ ചെറുകഥാ സമാഹാരം നായക്കൊട്ടാരം പുസ്തക പ്രകാശനം ഏപ്രിൽ 14 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കും. പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ ബാദഷാ സ്മാരക കോൺഫറൻസ് ഹാളിൽ 14 വൈകിട്ട് 4:30 ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് പുസ്തകം പ്രകാശനം ചെയ്യും. PP വാസുദേവന്റെ ഇഡ്ഡലി പാത്രവും കുപ്പിവളകളും ചെറുകഥാ സമാഹാരം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു PPയുടെ ഈ ആദ്യ പുസ്തകം. തുടർന്നാണ് നായക്കൊട്ടാരം എന്ന പുതിയ സമാഹാരം പ്രസിദ്ധീകരണത്തിന് തയ്യാറായത്. കാലിക പ്രസക്തിയേറെയുള്ളതാണ് ഇതിലെ ഉള്ളടക്കം. പുസ്തക പ്രകാശന ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ അധ്യക്ഷനാകും. മുതിർന്ന CPIM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രമുഖ ബാലസാഹിത്യകാരൻ C വാസുദേവൻ പുസ്തകം പരിചയപ്പെടുത്തും. PP സ്വപ്ന പുസ്തകം ഏറ്റുവാങ്ങും. ചെറുകാട് ട്രസ്റ്റും പുരോഗമന കലാസാഹിത്യ സംഘവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വളരെ സഹൃദയനായ ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം വായിച്ചപ്പോൾ നമുക്കൊക്കെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വളരെ മികച്ച രീതിയിൽ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് MA ബേബിയാണ് അന്ന് ആ പുസ്തകം പിന്നെ പ്രകാശനം ചെയ്തത്. മാഷയുടെ വാസുവേട്ടൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് നായക്കൊട്ടാരം എന്ന് പറയുന്ന പുസ്തകം. അത് ഈ മാസം 14 ആണ് പിന്നെ പ്രകാശനം ചെയ്യുന്നത്. M സ്വരാജ് അതിൽ പങ്കെടുക്കുന്നു. ദേശാഭിമാനി വാരിക പത്രാധിപകരെ KP മോഹനൻ, പാലോളി മുഹമ്മദ് കുട്ടി, വാസുവേട്ടൻ തുടങ്ങി ഈ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വാസുവേട്ടൻ്റെ വളരെ ഞാൻ ആ പുസ്തകം കണ്ടു. ഇതിൻ്റെ മുന്നേ ഇലക്ഷന് തൊട്ട് മുന്നേ ആയിരുന്നു അത് പ്രസിദ്ധീകരിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ഇലക്ഷൻ വന്ന് മുട്ടിയപ്പോൾ അതാണ് മാറ്റിവെക്കാൻ ഉണ്ടായത്. വളരെ നല്ല രീതിയിൽ വളരെ കമനീയമായിട്ടാണ് പുസ്തകം പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. പട്ടാമ്പി ലോഗോസാണ് അത് ഇറക്കിയിട്ടുള്ളത്. എല്ലാവരെയും ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 132 പേജുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വിളയൂരിലെ ലോഗോസ് ബുക്സ് ആണ്. പ്രമുഖ സാഹിത്യകാരനും നിരൂപകനും പ്രഭാഷകനുമായ പ്രൊഫസർ MM നാരായണനാണ് പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത്. ആർട്ടിസ്റ്റ് ഷിഹാബ് കുമ്പിടിയാണ് പുസ്തകത്തിന്റെ കവർ രൂപകൽപ്പന ചെയ്തത്. 200 രൂപയാണ് പുസ്തകത്തിന്റെ വില. 150 രൂപയ്ക്ക് പ്രീ പബ്ലിക്കേഷൻ വിലയ്ക്ക് പുസ്തകം നൽകും. പുസ്തക പ്രകാശന ചടങ്ങിൽ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവണമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ V ശശികുമാർ, C വാസുദേവൻ, വേണു പാലൂർ, വെള്ളാട്ട് മോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു.